ഹലോ ഗൈസ്, പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ആരുടെയെങ്കിലും ഒക്കെ ലൈഫിൽ കുറച്ച് വില്ലന്മാരായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ ഇന്ന് പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്കൊരു ഓർഡർ കിട്ടിയായിരുന്നു. അങ്ങനെ ആ ഓർഡറിന്റെ ബേസിൽ പേയ്മെന്റും ചെയ്തു, ഫിഷിനെ കാണിച്ചു, ഓർഡർ കൺഫേം ചെയ്തു. അങ്ങനെ നമ്മൾ ഫിഷിനെ കണ്ടീഷനും ചെയ്തു. ഇന്ന് മോർണിംഗ് ഒരു 3 മണിക്ക് എണ്ണീറ്റ് നമ്മൾ പാക്കിങ്ങും തുടങ്ങി. അങ്ങനെ ബോക്സിലാക്കിയിട്ട് ബോക്സിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് ഇന്നലെ കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പിട്ട വീഡിയോ ആണ്. അങ്ങനെ അതിന്റെ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് ഇന്ന് ഫിഷിനെ അയക്കണ്ട, ഫിഷിനെ വേണ്ട, പേയ്മെന്റ് തിരിച്ചു മതി എന്നുള്ള രീതി. ഞാൻ എന്താണ് കാരണമെന്ന് പുള്ളിയുടെ അടുത്ത് തിരക്കിയപ്പോൾ പുള്ളിക്ക് ഫിഷിന്റെ ക്വാളിറ്റി അല്ല പ്രശ്നം, ഫീമെയിൽസ് പ്രസവിക്കാറായില്ല എന്നതാണ് പ്രശ്നം. പുള്ളിയുടെ ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന രീതിയിൽ ഫീമെയിലിനെ വേണം എന്നതാണ് റീസൺ. നമുക്ക് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ രാവിലെ ഒരു 3 മണിക്ക് എണീച്ച് നമുക്ക് ഓഫീസിൽ പോകേണ്ട ഒരു 9 മണിക്കാണ്. ആ 9 മണിക്ക് അവിടെ എത്തുന്ന രീതിക്ക് നല്ല സ്ട്രഗ്ലിംഗ് അനുഭവിച്ചാണ് നമ്മൾ പാക്ക് ചെയ്ത് തീർത്തത്. എങ്ങനെയെങ്കിലുമൊക്കെ നല്ല സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് തീർത്തിട്ട് ഇങ്ങനെ നമുക്കൊരു റിയാക്ഷൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഞാൻ റിയാക്ട് ചെയ്ത രീതി ഇങ്ങനെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത് കണ്ടീഷൻ ചെയ്തതിന്റെ ഒരു പ്രോസസ്സ് പുള്ളിയും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ എന്തായാലും ഫിഷിനെ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. അവിടെ ഫിഷ് വരുമ്പോൾ തിരിച്ച് ഇതേപോലെ ഒന്ന് ഫിഷിനെ 2 ദിവസം കണ്ടീഷൻ ചെയ്ത് തിരിച്ചെനിക്ക് ഫിഷിനെ പാക്ക് ചെയ്ത് അയച്ചോളൂ. ഞാൻ എൻ്റെ കൈ ഫിഷിനെ കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് റീഫണ്ട് ചെയ്തോളാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെയുള്ള കസ്റ്റമേഴ്സ് നിങ്ങളുടെ ലൈഫിലും വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്നത്?